ഹലോ എവരിവൺ. മിഷൻ ഐസർ എന്ന് പറഞ്ഞ സീരീസിന്റെ 5ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ എൻസൈം റീജിയനിൽ വന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡയഗ്രാം റെപ്രസെന്റ്സ് ആൻ എൻസൈം, ഇറ്റ്സ് സബ്സ്ട്രേറ്റ് ആൻഡ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഇൻഹിബിറ്റർ. ഇവിടെ ഒരു എൻസൈം തന്നിട്ടുണ്ട് ആൻഡ് ഇവിടെയാണ് സബ്സ്ട്രേറ്റ് തന്നത് ആൻഡ് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഇൻഹിബിറ്റേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? PQRST ഡിഫറെന്റ് ഷേപ്സിലുള്ള ഇൻഹിബിറ്റേഴ്സും ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ ഈസ് ദ ബെസ്റ്റ് പെയർ ഓഫ് കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റേഴ്സ് ഫോർ ദ എൻസൈം. ഇവിടെ നമ്മൾക്ക് തന്ന ഇൻഹിബിറ്റേഴ്സിൽ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷന് നടത്താൻ കപ്പാസിറ്റി ഉള്ള ഇൻഹിബിറ്റേഴ്സ് ഏതാ എന്നാണ് ചോദിച്ചത്. സോ നമുക്ക് തിയറി നമുക്ക് അറിയാവുന്നതാണ്. ഇതാണ് ഞാനൊരു എൻസൈം എടുക്കുന്നത്. ഏതൊരു എൻസൈമിനും ഒരു ആക്റ്റീവ് സൈറ്റ് ഉണ്ടാവും. വാട്ട് ഈസ് ആക്റ്റീവ് സൈറ്റ്? നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. സബ്സ്ട്രേറ്റ്, ഇതാണ് സബ്സ്ട്രേറ്റ്. സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യുന്ന സൈറ്റ് ഓഫ് എൻസൈം, ദിസ് ഈസ് കോൾഡ് ആക്റ്റീവ് സൈറ്റ്. ഈ സൈറ്റിനെയാണ് നമ്മൾ ആക്റ്റീവ് സൈറ്റ് എന്ന് വിളിക്കുക. സോ വാട്ട് ഈസ് ആക്റ്റീവ് സൈറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. സബ്സ്ട്രേറ്റ് ബൈൻഡിങ് സൈറ്റ്, ഇതാണ് സബ്സ്ട്രേറ്റ്. സബ്സ്ട്രേറ്റിന് ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റ് ആണ് ആക്റ്റീവ് സൈറ്റ്. വേറെയും സൈറ്റുകൾ ഉണ്ട് എൻസൈംസിന്. അല്ലോസ്റ്റെറിക് റെഗുലേഷൻ ചെയ്യപ്പെടുന്ന എൻസൈംസിന് അല്ലോസ്റ്റെറിക് സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്ത അല്ലോസ്റ്റെറിക് സൈറ്റുകൾ ഉണ്ട്. അവിടെ എന്തെങ്കിലും ആക്ടിവേറ്റേഴ്സ് വന്ന് ബൈൻഡ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും അല്ലോസ്റ്റെറിക് റെഗുലേഷനിലുള്ള എൻസൈമുകൾ ആക്റ്റീവായി മാറുന്നത്. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ അല്ലോസ്റ്റെറിക് സൈറ്റിനെ കുറിച്ച് ബോധേഡ് ആവേണ്ട കാര്യമില്ല. നമ്മൾ ബോധേഡ് ആവേണ്ട സൈറ്റ് ആണ് ആക്റ്റീവ് സൈറ്റ്. എന്താണ് എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റ് എന്ന് പറഞ്ഞാൽ? സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്ന സൈറ്റിനെയാണ് നമ്മൾ ആക്റ്റീവ് സൈറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പം ഇനി ഈ ഇൻഹിബിഷൻ, അതായത് എൻസൈമിന്റെ ആക്ടിവിറ്റി കുറയ്ക്കുന്നത് രണ്ട് രീതിയിലുള്ള ഇൻഹിബിഷൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം. ഇൻഹിബിഷൻസ് 2 ടൈപ്പ് ഉണ്ട്. ഇൻഹിബിഷൻസ് ആർ 2 ടൈപ്സ്. ഏതൊക്കെയാണ്? കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷനും ഉണ്ട് ആൻഡ് നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷനും ഉണ്ട്. കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷനും ഉണ്ട് ആൻഡ് നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷനും ഉണ്ട്. നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷനും ഉണ്ട്. ഇവിടെ നമ്മൾക്ക് NCERT-യിലും അതുപോലെ തന്നെ ഈ ചോദ്യത്തിലും ചോദിച്ചത് കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ ആണ്. എന്താണ് കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ? ഇതാണ് ആക്റ്റീവ് സൈറ്റ്. ആ ആക്റ്റീവ് സൈറ്റിനോട് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സബ്സ്ട്രേറ്റ് ആണ് ഒരു എൻസൈമിന് ഉണ്ടാവുക. ശരിയല്ലേ? ഇനി ഈ സബ്സ്ട്രേറ്റിനെ അതുപോലെ റിസെമ്പിൾ ചെയ്യുന്ന ഒരാളുണ്ട് എന്ന് വിചാരിക്കുക. ഇയാളാണ് ഒരു ഇൻഹിബിറ്റർ. ഓക്കെ, ഈ ഇൻഹിബിറ്ററിനും ആക്റ്റീവ് സൈറ്റിലേക്ക് കയറി ഇരിക്കാൻ പറ്റും. ഞാൻ ഇവിടെ ഒരു ഇൻഹിബിറ്റർ കയറി ഇരുന്നു എന്ന് വിചാരിച്ചോ. ഇവിടെ ഒരു ഇൻഹിബിറ്റർ കയറി ഇരുന്നാല് പിന്നെ നമ്മളുടെ സബ്സ്ട്രേറ്റിന് ഈ ആക്റ്റീവ് സൈറ്റിലേക്ക് കയറി ഇരിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ നമ്മളുടെ സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റ് ആയി മാറുമോ? ഇല്ല. അപ്പൊ അവിടെ എന്ത് നടന്നു? അവിടെ ഒരു ഇൻഹിബിഷൻ നടന്നു. എൻസൈമാറ്റിക് ആക്ടിവിറ്റിയുടെ ഇൻഹിബിഷൻ നടന്നു. പിന്നെ ആ എൻസൈം വർക്ക് ആവില്ല എന്ന് നമുക്ക് പറഞ്ഞൂടെ? യെസ്. അപ്പോ സബ്സ്ട്രേറ്റും ഇൻഹിബിറ്ററും ഒരേ സ്ഥലത്തിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്നതിനെയാണ് കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയാ. ഇപ്പൊ നമ്മൾ കണ്ടതാണ് കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ. അപ്പൊ എന്താ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷന്റെ പ്രത്യേകത? ആക്റ്റീവ് സൈറ്റിന് വേണ്ടി രണ്ടാളും കോമ്പീറ്റ് ചെയ്യാണ്. സബ്സ്ട്രേറ്റിനും ആക്റ്റീവ് സൈറ്റിൽ കയറിയിരിക്കാൻ പറ്റും, ഇൻഹിബിറ്ററിനും കയറിയിരിക്കാൻ പറ്റും. ഇൻഹിബിറ്റർ കയറിയിരുന്നാൽ പിന്നെ അവിടെ സബ്സ്ട്രേറ്റിന് സ്ഥലമില്ലാതെയാവും. കോമ്പറ്റീഷൻ ആണ്. നമ്മളൊരു കസാര കളിക്ക് വേണ്ടിയിട്ട് ഒരു കസാരയ്ക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ എല്ലാവരും ഓടുന്നത്. അപ്പൊ അവിടെ നമ്മളുടെ ഇടയിൽ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അതുപോലത്തെ ഒരു ഇൻഹിബിഷൻ ആണ് കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടുത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാളും ആക്റ്റീവ് സൈറ്റിലേക്ക് വേണ്ടിയിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ആക്റ്റീവ് സൈറ്റിലേക്ക് സബ്സ്ട്രേറ്റും ഫിറ്റ് ചെയ്യപ്പെടും ആൻഡ് ഇൻഹിബിറ്ററിനും ആക്റ്റീവ് സൈറ്റിലേക്ക് ഫിറ്റ് ചെയ്യുന്ന സെയിം ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതും കൂടെ നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനില്ലാത്ത കാര്യമാണ്, ഈ ചോദ്യം ചെയ്യാനും ആവശ്യമില്ലാത്ത കാര്യമാണ്, പക്ഷെ ഇതും കൂടെ നിങ്ങൾക്ക് അറിയുന്നത് നല്ലതാണ്. നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻഹിബിഷനും കൂടെ ഉണ്ട്. അതായത് നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഹിബിറ്റർ വന്നിട്ട്, ഇപ്പം നമ്മൾ പറഞ്ഞു ഇവിടെയാണല്ലോ നമ്മൾ ആദ്യം കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷനിൽ എടുത്ത ഇൻഹിബിറ്റർ. അതേപോലെ ഒരു ഇൻഹിബിറ്റർ വന്നിട്ട് ആക്റ്റീവ് സൈറ്റ് അല്ലാത്ത വേറെ ഏതെങ്കിലും സൈറ്റ് ഓഫ് ഈ എൻസൈമിലുള്ള ഒരു സൈറ്റിലേക്ക് ഇൻഹിബിറ്റർ വന്ന് ബൈൻഡ് ചെയ്യാം.
ഓക്കെ, അങ്ങനെ ബൈൻഡ് ചെയ്യുന്നത് കൊണ്ട് ഇവിടുത്തെ ആക്റ്റീവ് സൈറ്റിലെ ആ ആക്റ്റീവ് സൈറ്റിന്റെ ഷേപ്പ് മാറുക. ഷേപ്പ് മാറിയാൽ സബ്സ്ട്രേറ്റിന് പിന്നെ ബൈൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതിനെയാണ് നമ്മൾ നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുക. അപ്പൊ എന്തുകൊണ്ടാണ് നോൺ കോമ്പറ്റീറ്റീവ് എന്ന് വിളിക്കാൻ കാരണം? സബ്സ്ട്രേറ്റും ഇൻഹിബിറ്ററും ഒരേ സൈറ്റിന് വേണ്ടിയല്ല മത്സരിക്കുന്നത്. എന്താ നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷന്റെ പ്രത്യേകത? ഒരു ഇൻഹിബിറ്റർ വന്ന് ആക്റ്റീവ് സൈറ്റ് അല്ലാത്ത എൻസൈമിന്റെ വേറെ ഏതെങ്കിലും സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്തു. അപ്പൊ എന്താ പിന്നെ സബ്സ്ട്രേറ്റിന് വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റാത്തത്? ആക്റ്റീവ് സൈറ്റിന്റെ ഷേപ്പിന് ഒരു കൺഫർമേഷണൽ ചേഞ്ച് ഉണ്ടായി, ഒരു ഷേപ്പിൽ ഒരു ചേഞ്ച് ഉണ്ടായി. സോ ദാറ്റ് നൗ സബ്സ്ട്രേറ്റ് എവിടേക്ക് വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റൂല? ആക്റ്റീവ് സൈറ്റിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനെയാണ് നമ്മൾ നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുക. സോ ഇവിടെ നമുക്ക് എന്തറിഞ്ഞാൽ മതി? കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിഞ്ഞാൽ മതി. ഓക്കെ, യെസ്. ഇനി നമ്മളോട് ചോദിച്ചത് എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ ഈസ് ദ ബെസ്റ്റ് പെയർ ഓഫ് കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റേഴ്സ് ഫോർ ദ എൻസൈം? അപ്പം ഇതാണല്ലോ നമ്മുടെ ആക്റ്റീവ് സൈറ്റ്. ഈ ആക്റ്റീവ് സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്യുന്ന സബ്സ്ട്രേറ്റ്, സബ്സ്ട്രേറ്റ് കണ്ടോ? ഇതാണ് നമ്മുടെ സബ്സ്ട്രേറ്റ്. അപ്പൊ ഇതാണ് സബ്സ്ട്രേറ്റ് എന്നുണ്ടെങ്കിൽ അയാൾ ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യും. ഇനി കോമ്പറ്റീറ്റർ ആണ് അയാളുടെ ഇൻഹിബിറ്റർ. കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ കാണിക്കണമെങ്കിൽ ഈ ആക്റ്റീവ് സൈറ്റിൽ ആരെയും കൊള്ളണം? ഈ ആക്റ്റീവ് സൈറ്റിൽ തന്നെ ഇൻഹിബിറ്ററിനെയും കൊള്ളണം. സോ നമുക്ക് ഓരോ ഇൻഹിബിറ്റേഴ്സിനെയും അവർക്ക് ആക്റ്റീവ് സൈറ്റിൽ ഫിറ്റ് ആവാനുള്ള ഒരു ഷേപ്പ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം. ലെറ്റ് us ഡിസ്കസ് അബൌട്ട് പി. പിന്റെ ഷേപ്പ് നോക്ക്. പി ഈസി ആയിട്ട് ഇവിടെ കൊള്ളാവുന്ന ഒരു ഷേപ്പാണ്, ശരിയല്ലേ? പി ഇങ്ങനെയുള്ള ഒരു ഷേപ്പ് അല്ലേ? പി ഈ ആക്റ്റീവ് സൈറ്റിൽ കൊള്ളും. സോ സബ്സ്ട്രേറ്റ് ആയിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. ക്യൂ ഇവിടെ കൊള്ളുമോ? ക്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഷേപ്പ് അല്ലേ? ഒരിക്കലും അവിടെ കൊള്ളൂല, ആക്റ്റീവ് സൈറ്റിൽ ഫിറ്റ് ആവില്ല. അതുകൊണ്ട് ക്യൂ ഒരിക്കലും വരില്ല. ഇനി ആറ് കൊള്ളുമോ? ആറും ആ ഷേപ്പ് അല്ല. എസ് കൊള്ളുമോ? എസ് തീർച്ചയായിട്ടും കൊള്ളും. എസിന്റെ ഷേപ്പ് ഇങ്ങനെയല്ലേ? അപ്പം ആക്റ്റീവ് സൈറ്റിൽ ഈസി ആയിട്ട് കൊള്ളും. സബ്സ്ട്രേറ്റിനെ റിസംബിൾ ചെയ്യുന്നൊരു ഷേപ്പാണ്, ശരിയല്ലേ? യെസ്. അപ്പം ആറ് കൊള്ളും എന്നുള്ളത് നമുക്കറിയാം. ആൻഡ് ടി കൊള്ളുമോ? ടി കൊള്ളൂല. അപ്പം ഇതിൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള രണ്ട് കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ എന്ന് പറയുന്നത് പി ആൻഡ് എസ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. സോ ഓപ്ഷനിൽ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും പി ആൻഡ് എസ്. അപ്പൊ ഇതുപോലെയൊക്കെയുള്ള കോൺസെപ്ഷ്യലി റിച്ച് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ ബയോളജി പഠിക്കുമ്പോൾ ഒരു തിയറി നമ്മൾ പഠിക്കുമ്പോൾ കോൺസെപ്റ്റ് നല്ലപോലെ മനസ്സിലാക്കുക. ആൻഡ് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു പഠിക്കുക. അതിനു വേണ്ടിയുള്ള ഒരു സീരീസ് ആണ് നമ്മൾ ഈ ഒരു മിഷൻ ഐസർ എന്ന് പറഞ്ഞ സീരീസ് ഉദ്ദേശിക്കുന്നത്. ഈ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റിലൂടെ അറിയിക്കാവുന്നതാണ്. ആൻഡ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളിലേക്കും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക. ഈ ക്വസ്റ്റ്യനും ഇതിന്റെ നോട്ട്സും ഇപ്പൊ ഞാൻ ഈ വരച്ച എല്ലാ നോട്ട്സും PDF ആയിട്ട് നമ്മളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഇടുന്നുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ ഒരു കമ്മ്യൂണിറ്റിയാണ്. ഐസറിൽ ഇപ്പം ഈ വർഷം ഐസറിൽ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ഈ വർഷം ഐസറിലേക്ക് ജോയിൻ ചെയ്ത് ഫസ്റ്റ് ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ നോക്കുന്നത് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഐസർ കോച്ചിങ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു എക്സ്ക്ലൂസീവ് ഐസർ ക്രാഷ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിലെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഈ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ആൻഡ് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലും വിസിറ്റ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസും കോഴ്സിൽ എൻറോൾ ചെയ്യാനുള്ള പോർട്ടലും അവിടെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. സോ മിഷൻ ഐസർ എന്ന് പറഞ്ഞ ഈ സീരീസിന്റെ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.